കൂടുതലും വൈഫായിട്ടാണ്. അപ്പൊ അവരുടെ അടുത്ത് ചോദിക്കുക, സാധാരണ എല്ലാവരും ചോദിക്കുക എന്തിനാണ് ആ ക്യാരക്ടേഴ്സ് ഒക്കെ ഓപ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ. നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡന്റിനെ സ്ക്രീനിൽ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നേരെ ഇങ്ങനെ തന്നെ പോയി നിന്നാൽ മതി, അത്രേ ഉള്ളൂ. പക്ഷെ കുറച്ച് സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പ്രായം കുറവുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു ചലഞ്ചിങ് ആണ് അല്ലേ. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അവരുടെ കൂടെ സെറ്റിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ അഭിനയിക്കുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവുക, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മളൊക്കെ വളർന്നിട്ടുള്ളത് തന്നെ ഇവരുടെയൊക്കെ ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടിട്ടല്ലേ. അപ്പൊ അതെനിക്ക് ഇഷ്ടമാണ്. അതിൽ തന്നെ ശ്രീനിയേട്ടൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യണ്ട, ആക്ച്വലി ജോലി എളുപ്പമാണ്. ഞാൻ എൻ്റെ ഓരോ സീൻ കിട്ടുമ്പോൾ ഞാൻ നേരെ ഇതുകൊണ്ട് ശ്രീനിയേട്ടൻ്റെ അടുത്ത് ചെല്ലും. ശ്രീനിയേട്ടൻ പറയും വരും നമുക്ക് പറഞ്ഞു നോക്കാം എന്ന് പറയും. ഈ ഡയലോഗ് ഞാൻ പറയും അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞോളൂ എന്ന് പറയും. ഞാൻ ശ്രീനിയേട്ടൻ പറയുന്ന അതേ മോഡുലേഷനിൽ തന്നെ പറയും. വളരെ ഈസി ആയിരുന്നു എൻ്റെ ജോബ്. സാധാരണ നമ്മൾ ലൊക്കേഷനിലാണെങ്കിൽ നമ്മളൊരു ഡയലോഗ് കിട്ടുമ്പോൾ നമ്മുടെ ഒരു മോഡുലേഷനിൽ പറയും. ചിലപ്പോൾ ഡയറക്ടർ തിരുത്തും, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു കാൽക്കുലേഷനിൽ ഇങ്ങനെ പറയാം, നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ച് പെർഫോം ചെയ്യും. ഇത് നമ്മൾ വളരെ കൂളാണ്. നേരെ ചെല്ലുക, ശ്രീനേട്ടൻ പറയും ഇതിങ്ങനെ പറയുമെന്ന് പറയും, അതേപോലെ തന്നെ പ്രസന്റ് ചെയ്യുക. ജോലി എളുപ്പമായിരുന്നു. മുകേഷ് ചേട്ടനോട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫണ്ണാണ് സെറ്റില്. ഓരോ സെക്കൻഡ് ഫണ്ണാണ്. പിന്നെ അന്ന് അദ്ദേഹം നാടകമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അതിന്റെ കുറെ, എനിക്ക് നാടകം, ഡ്രാമ, തിയേറ്റർ ഒക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അന്നത്തെ കുറെ എക്സ്പീരിയൻസുകളൊക്കെ അദ്ദേഹം പറയായിരുന്നു. ഫോർ ഫ്രണ്ട്സിലും പിന്നെ ഹസ്ബൻഡ്സിൻ ഗോവയിലൊക്കെ ഒരു നെഗറ്റീവ് ഷെയ്ഡാ ചെയ്തിട്ടില്ല അല്ലെ, നിദ്രയിലൊക്കെ. ഞാൻ ആലോചിക്കായിരുന്നു ഇത്ര പാവം ഫേസ് വെച്ചിട്ട് എങ്ങനെയാണ് സരയു ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഒക്കെ ചെയ്യുന്നത്. അത് തന്നെയായിരുന്നു എന്റെ ഉദ്ദേശം. ഇപ്പൊ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഫോർ ഫ്രണ്ട്സ് എന്നെ വിളിക്കുമ്പോൾ കൃഷ്ണേട്ടൻ പറഞ്ഞു ഇത്രയും ചെറിയ ക്യാരക്ടറാണ്, പക്ഷെ നീ ചെയ്തത് നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഫോർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ടൈറ്റിൽ ക്യാരക്ടർ ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ടീമിനെ ഒന്നും പരിചയമൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷെ സിനിമ ഞാൻ എറണാകുളം പത്മയെന്നാണ് കണ്ടത്. സിനിമ അന്ന് ചെയ്ത് തുടങ്ങുന്ന സമയമുള്ളൂ, 3ാമത്തെ പടം എന്തുവാണ് എന്റെ. അപ്പൊ ആ സിനിമ ചെയ്ത് ഞാൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സ്പീഡിൽ എടുക്കാൻ പറ്റും. അന്ന് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്, ഇങ്ങനെയൊക്കെ ആൾക്കാർ നമുക്ക് റെസ്പോണ്ട് ചെയ്യുമെന്നൊക്കെ ഉള്ളത്. എനിക്ക് അന്നൊരു കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, മലപ്പുറത്ത് നിന്ന് ഇടുന്നു. ഞങ്ങള് ചാക്കോച്ചിന്റെ ഫാനാണ്, നീ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ, എന്നിട്ട് നീ ചാക്കോച്ചിന് തള്ളി പറയാറായോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതെനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം. കുറച്ച് നെഗറ്റീവ് ചെയ്താലും കൊള്ളാലോ എന്ന് തോന്നി. അപ്പൊ പിന്നെ നെഗറ്റീവ് ചെയ്യാൻ ഒരു ധൈര്യം ഉണ്ടായോ? ഒരു ധൈര്യം വന്നു. ധൈര്യം വന്നല്ല, നല്ല നെഗറ്റീവ് ഷെയ്ഡ് കംപ്ലീറ്റ് നെഗറ്റീവ് ചെയ്യണമെന്നുണ്ട്. അത് ഇതുവരെ പറ്റിയിട്ടില്ല. കുഞ്ഞു നെഗറ്റീവേ പറ്റിയിട്ടുള്ളൂ, ഒരു കംപ്ലീറ്റ് ദുഷ്ടത്തി ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടില്ല. പുറമെ പാവമായിട്ടുള്ള ദുഷ്ടയാണ് അല്ലെ, ഉള്ളിൽ മാത്രമേ ദുഷ്ടത്തിനെ പ്രകടിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്യണമെന്നാണ് ആഗ്രഹം. ഇതുവരെ ദുഷ്ടല്ല, ഇതിലൊരു ചെറിയ കുശുമ്പൊക്കെയുള്ള ഒരു ചേട്ടത്തി, അത്രയേ ഉള്ളൂ. ജിഷ്ണുവേട്ടന്റെ പേരായിരുന്നു. പക്ഷെ അത് നിദ്ര എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമ.